എൻ്റെ പ്രിയ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ റോസാ ചെടിക്ക് നല്ലതായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ടും വിരിയുന്ന പൂക്കൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കിട്ടാനായിട്ടും പെട്ടെന്ന് മുട്ടുകളും തളിർപ്പുകളും ഒക്കെ വരാനായിട്ടുമുള്ള നല്ലൊരു ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മുടെ നിലത്ത് വെച്ച് പിടിപ്പിക്കുന്ന റോസാ ചെടിയുടെ ചോട്ടിലൊക്കെ നമുക്ക് ഇടാവുന്നതാണ്. എന്തായാലും ഇന്നലെയൊക്കെ നല്ല വെയിലായിരുന്നു. ഇന്നും പൊതുവെ വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടെ. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ നട്ടുപിടിപ്പിച്ച ശേഷമുള്ള ഒരാഴ്ച കഴിഞ്ഞുള്ള റോസയ്ക്ക് പോലും ഇന്ന് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല വലിയ കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ കിട്ടും. ഇത് നമ്മുടെ ബഡ് റോസാണ്, നിലത്ത് വെച്ചിരിപ്പിക്കുന്ന ബഡ് റോസാണ് കേട്ടോ. അപ്പോൾ അതിൽ ധാരാളം പൂക്കളും മൊട്ടുകളും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഇത് കാണിച്ചാണ്. അപ്പോൾ ഓരോ ദിവസം ഓരോ പൂക്കൾ ഇങ്ങനെ വിരിയുന്നുണ്ട്, നിറയെ മൊട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ഒരുപാട് സഹായകമാകുന്നു. പെട്ടെന്ന് തന്നെ വലിയ പൂക്കളുണ്ടാവുക, അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടാകുന്ന പൂക്കൾ നല്ല കളറായിട്ടുള്ള പൂക്കൾ നമുക്ക് കിട്ടുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ 15 ദിവസം കൂടുമ്പോൾ കൊടുക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ റോസയൊക്കെ നല്ലതായിട്ട് വന്നിട്ട് നല്ല ഒരുപാട് തളിർപ്പുകളും മൊട്ടുകളും നല്ല പുതിയ ഇലകളൊക്കെ ഉണ്ടാവാനായിട്ട് പെട്ടെന്ന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു മഴ സമയത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. 15 ദിവസം കൂടുമ്പോൾ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഓവറായിട്ട് കൊടുക്കണ്ട, കുറച്ച് അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല റിസൾട്ടാണ്. നമുക്ക് ഒരു സ്റ്റെമ്മിൽ നിന്ന് തന്നെ ധാരാളം പൂക്കൾ ഉണ്ടാവും. ഒരു കുഞ്ഞു റോസയാണെങ്കിൽ പോലും അതിൽ നിറയെ പൂക്കളൊക്കെ നമുക്ക് കിട്ടും. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലായിട്ട് അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ എല്ലാവരും കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമ്മുടെ റോസാ ചെടികളും ഏത് ചെടികളിലും പൂക്കളിട്ട് നിറയാനായിട്ട്. നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിൽ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് അതിനായിട്ട് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിലേക്ക് ഞാൻ ഒരു 4 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തേയിലപ്പൊടിക്ക് അത് ധാരാളം NPK അടങ്ങിയിട്ടുണ്ട്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലവണ്ണം പൂക്കാനും ഉണ്ടാകുന്ന പൂക്കൾ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടാവാനും നമുക്ക് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ തേയിലപ്പൊടി കേട്ടോ. അതിലേക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ പകുതിയെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമുക്ക് എത്ര ചെടികളാണ് ആവശ്യമുള്ളത് അത്രയും ചെടികൾക്ക് മാത്രം എടുക്കുക. അപ്പോൾ അതിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി വന്ന ചീഞ്ഞ പഴമൊക്കെ ഇല്ലേ, അതിൻ്റെ ബാക്കി വന്ന പഴവും പഴത്തൊലിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണേൽ സവോളയുടെ തൊലിയോ ഉള്ളിത്തൊലിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് ഈ ഒരു പഴത്തൊലിയും ഇതെല്ലാം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമ്മളിത് ഇറക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ തിളപ്പിക്കണം. അത് അടച്ച് വെച്ചോ തുറന്ന് വെച്ചോ എങ്ങനെയാണെങ്കിലും വേവിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സത്തെല്ലാം അതിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. പഴത്തൊലിയിലൊക്കെ ധാരാളം NPK ഇറങ്ങിയിട്ടുണ്ട്. ചെടികൾക്ക് പൂക്കാനായിട്ട് ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. വളരെ നല്ലതാണ്. നമ്മുടെ ചെടികൾക്ക് പെട്ടെന്ന് പൂക്കളും തളിർപ്പുകളും ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. അപ്പം ഇതെല്ലാം കൂടെ ഞാൻ തണുപ്പിച്ചിട്ട് 2 ദിവസം ഒരു കുപ്പിയിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ അടച്ചു വെക്കുക. അതായത് പ്രാണികളൊന്നും കയറാത്ത രീതിയിൽ വേണം അടച്ചു വെക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ ഈ അരിച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അരച്ചെടുത്തിട്ട് വേണമെങ്കിലും ചേർക്കാം. കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും. ഞാനിപ്പം ഇത് അരിച്ചെടുക്കുകയാണ്. കാരണം തിളപ്പിച്ചുകൊണ്ട് തന്നെ അതിനകത്ത് സത്തെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു 1/4 കപ്പ്, ഈ ഒരു കപ്പിന് 1/4 കപ്പ് ലിക്വിഡ് കാണും. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വേസ്റ്റ് മാറ്റി വെക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1.5 ലിറ്റർ വെള്ളത്തിലാണ് ഡയലൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും മതി. 1/4 കപ്പേ ഉള്ളത് കൊണ്ട് 1.5 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചെടുക്കുന്നത്. ഏത് ചെടികൾക്ക് നമ്മളിപ്പോൾ റോസാ ചെടിയൊക്കെ നേഴ്സറിയിൽ നിന്ന് നട്ടുപിടിപ്പിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നല്ല തളിർപ്പൊക്കെ വരുന്ന സമയമില്ലേ, ആ സമയത്ത് ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടായിരിക്കും. പിന്നീട് ഉണ്ടാകുന്ന ആ ഇലകളിലൊക്കെ നല്ല മുട്ടുകളും ഉണ്ടാവും, നിറയെ പൂക്കളും നമുക്കുണ്ടാവും. ഇത് ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ചേക്കുന്ന റോസയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് റീപോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റോസയ്ക്ക് അത് ഒരു ഏകദേശം 2 ആഴ്ചയായ റോസയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനത്തെ ഉള്ള റോസയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് നമ്മൾ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ചിട്ട് റീപോർട്ടൊക്കെ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇലയെല്ലാം പോയിട്ട് നല്ല തളിർപ്പുകൾ വരുന്ന സമയത്ത്, നല്ലപോലെ ഇലകൾ വരുന്ന സമയത്ത് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് മുട്ടുകളും പൂക്കളും ഉണ്ടാകാനായിട്ട് വളരെയധികം സഹായിക്കുന്നു. പിന്നെ അതിൻ്റെ ബാക്കി വന്ന വേസ്റ്റും ഉള്ളിത്തൊലിയും സവോളത്തൊലിയും എല്ലാം കൂടെ നിലത്ത് വെച്ച് പിടിപ്പിച്ച റോസകൾക്കോ അതുപോലെ തന്നെ ഏത് ചെടികൾക്കോ പച്ചക്കറികൾക്കോ ഇതുപോലെ കുഴിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. നല്ലൊരു ജൈവവളമായിട്ട് ചേർന്ന് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.